വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എയ്തൻസ് വേൾഡ്. ഗൈസ്, ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. വാ മോനെ. എന്താ ആദംകുട്ടിനെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എവിടെ പോവാണെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഗൈസ്, ഞങ്ങൾ പോകുന്നത് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഞങ്ങൾ കാറി കയറിയിട്ടുണ്ട്. നമ്മൾ എത്താറായിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ക്ഷീണമാണ് ഗൈസ്. എത്താറായിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്കൂളിൻ്റെ വാതിക്കലോട്ട് എത്തി. ഗൈസ്, ഞാനും അതും കൂടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മ ബുക്ക് വാങ്ങാൻ പോയിട്ടുണ്ട്. ഈ വാതിർപ്പുണ്ട്, കാരണം ക്യൂട്ടായിട്ടില്ലേ. ഗൈസ്, ഞങ്ങൾ ബുക്ക് വാങ്ങിച്ചിട്ട് കാറിൽ കയറാൻ പോവാണേ. ഗൈസ്, ഞങ്ങളപ്പോൾ കാറിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ പോകുന്നതൊരു സ്ഥലത്തോട്ടാട്ടോ. ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തെ കൃഷ്ണപുരം കുട്ടാരത്തിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് നടക്കുക കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഐസ്ക്രീം കട ഉണ്ട് കേട്ടോ. അപ്പോൾ തൊട്ട് അത് പറയുക, എനിക്ക് വേണ്ടായി എന്ന്. അത് കഴിച്ചിട്ടാണ് എനിക്ക് വയറുവേദന വന്നേന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ഗൈസ്. ഞങ്ങളതിൻ്റെ എൻട്രൻസിലേക്ക് ഞങ്ങൾ വന്നിരിക്കുക കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് നോക്കിക്ക് അടിപൊളിയായിട്ടുണ്ടല്ലേ. സോ നൈസ് ഗൈസ്. ഈ ഭംഗി നോക്കി ഞങ്ങൾ കുറച്ച് നേരം നിന്ന് പോയിട്ടോ. ആ കൊട്ടാരം തന്നെ ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭംഗി ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. നല്ല ഗാർഡനാണ്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതും ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ അകത്തോട്ട് പോകാൻ കേട്ടോ. അവിടെ ചെന്നപ്പോൾ അത് പറയുക, കളിക്കാൻ സ്ഥലമൊന്നുമില്ല. നാം വിചാരിച്ച് വല്ല പാർക്കും അല്ല ആയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പുറത്ത് ഊഞ്ഞാലുണ്ട്, നമുക്ക് അവിടെ പോയി കളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു കേട്ടോ. അപ്പം ഇത് നോക്കി ഗൈസ്, പണ്ടത്തെ കാലത്തെയൊക്കെ സാധനങ്ങളാട്ടോ. മണി ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇത് നോക്കി, വാളൊക്കെ ഉണ്ട് കേട്ടോ. വാള്, ബുദ്ധ, പിന്നെ ഇതേപോലെ കുറേ സംഭവങ്ങൾ. പിന്നെ ഒരു പോട്ടറീസ്, പുരുഷൻ്റെ തല, മോഹൻജദാരോയുടെ പുരുഷൻ്റെ തല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ ഇത് ഈ കൃഷ്ണപുരം കൊട്ടാരം മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാട്ടോ. നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യുക. ഇതാണ് സ്റ്റാൻഡിങ് സ്റ്റോൺ കേട്ടോ. അതാ നോക്കിക്കേ, സ്റ്റാൻഡിങ് സ്റ്റോൺ. ഇവിടെ വന്നപ്പം ഒരു ഹിസ്റ്ററിയിൽ ഒരു പഴയ കാലത്തോട്ട് പോയ ഒരു ട്രെയിൻ ട്രാവൽ ഇതുപോലെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. അതേപോലെ കുറേ പോട്ടറീസും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. നോക്കിക്കേ, മുന്നോട്ടൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതാണ് കേട്ടോ പണ്ടത്തെ രാജ്ഞിമാരുടെയൊക്കെ പല്ലക്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇവിടുത്തെ ഗാർഡനിലേക്ക് വന്നു കേട്ടോ. ഇതാ നോക്കിയേ, ഈ സീനറിയൊക്കെ നോക്കി കേട്ടോ, സൂപ്പറായിട്ടുണ്ടല്ലേ. ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഈ വാൾ പെയിൻറ്റ് കണ്ടോ. ഈ വാൾ പെയിൻറ്റിങ് ആണ് ഫേമസ് ആയിട്ടുള്ള ഗജേന്ദ്ര മോക്ഷം എന്ന് പറഞ്ഞൊരു പെയിൻറ്റിങ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഇത് കൃഷ്ണപുരത്ത് ഉള്ളൊരു സംഭവം. ഈ നോട്ട് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം
ഇതേപോലെ 2-3 ചുവർ ചിത്രം കൂടെ ഇങ്ങനെ പെയിൻറ്റിങ്സും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി 2-3 ശില്പങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സഡൻലി ഞാൻ ഹെയ്തുവിനെയും മിന്നുവിനെയൊക്കെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കേട്ടോ. എന്താണെന്നല്ലേ, ഞാനാണെങ്കിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുളം, അതായത് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കുളിക്കുന്നതൊക്കെ സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പോഴും അവരൊരു ഇതുപോലെ അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുക കേട്ടോ. അപ്പം ഇവിടെ പൂട്ടിയിട്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ അവരെ വിളിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് ഇവിടുത്തെ സൈഡ് വ്യൂ കേട്ടോ. ആ കുളത്തിൻ്റെ അവിടുത്തെ ആ സൈഡ് വ്യൂ. ഞാൻ പറഞ്ഞിട്ട് അവർ വന്നതാണ് കേട്ടോ. ഞാൻ അപ്പോൾ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഒത്തിരി മീനുണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാൻ പെണ്ണിങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത്, മീനുണ്ടല്ലോ എന്നൊക്കെ ഞാൻ കണ്ടത്. ഇതൊരു അമ്പലമാട്ടോ. ഒരു അമ്പലത്തിൻ്റെ മിനി വേർഷനാണ്. ഇതേത് അമ്പലമാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? പാലക്കാട് തിരുവേഗപ്പുറ ക്ഷേത്രമാണ് കേട്ടോ. പാലക്കാടിലുള്ളൊരു ക്ഷേത്രമാണ്. അതിൻ്റെ മിനി വേർഷനാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം നോക്കി, ഇവിടെ 2 വാൾ പെയിൻറ്റിങ്സ് ഇവിടെ പറഞ്ഞില്ലേ, അതാണ് വാൾ പെയിൻറ്റിങ്സ്. നമ്മളിനിയിപ്പോൾ അടുക്കളയിലോട്ട് പോവാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പാർട്ട് 2 കാണാം. അതുവരേക്കും ബൈ ബൈ.